കാർ ഡ്രൈവിങ്ങിൽ ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ്. ഒരു വാഹനം റോഡിൽ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഇടത് സൈഡിലെ ടയറിൻ്റെ പൊസിഷനോ അല്ലെങ്കിൽ ഇടത് സൈഡിലെ ബോണറ്റിൻ്റെ എൻഡ് ഭാഗമോ കറക്റ്റായിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കാര്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഇതുപോലെ മുന്നിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് മുന്നിലുള്ള വണ്ടിയെ ഇടിക്കാതിരിക്കാനും അതുപോലെ തന്നെ സൈഡിൽ ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈഡിൽ കല്ലോ കുഴിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാഹനം ജസ്റ്റ് മാറ്റിയൊക്കെ ഒന്ന് ഓടിച്ചു പോകാനായിട്ട് ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്ത് ഇടുന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങളിവിടെ വാഹനം എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഒരു മുന്നിലൊരു വാഹനം കിടക്കുകയാണ്, ഇതുപോലെ ഒരു ചെറിയൊരു വാഹനം മുന്നിൽ കിടക്കുകയാണ്. അപ്പം നമ്മുടെ വണ്ടി ഇവിടുന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ മുന്നിലുള്ള വണ്ടിയെ തട്ടുമോ എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ പേടി മാറ്റാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ മുന്നിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ ഈ ബമ്പർ കണ്ടോ, ഈ ബമ്പർ ഏകദേശം കാണാവുന്ന പരുവത്തിനാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ഡിസ്റ്റൻസിലാണ് മുന്നിൽ കിടക്കുന്ന വണ്ടിയായിട്ട് ഉള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക. തിരിച്ചു പിടിച്ചിട്ട് എന്ത് ചെയ്യണം, പതിയെ ക്ലച്ച് അയച്ച് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ടോ നമ്മുടെ വണ്ടി ഈ ഒരു വാഹനത്തെ കവർ ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങും. ഇങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഈ എ പില്ലർ കണ്ടോ, ഈ എ പില്ലർ ഈ ഒരു വാഹനത്തെ മറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതുകൊണ്ട് ഇവിടെ മറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഇവിടുന്ന് മുന്നോട്ടെടുത്ത് പോകുന്നതിൽ ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല. കണ്ടില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് മുന്നോട്ടെടുത്തു. ഇവിടുത്തെ റോഡിൻ്റെ എൻഡ് കണ്ടോ, ഈ റോഡിൻ്റെ എൻഡ് എനിക്കിത് ഈ ഒരു ലൈൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഉണ്ട് ഈ ദിശയിലാണ് കാണുന്നത്. അപ്പം ഞാൻ ഈ ഒരു ലെവൽ വെച്ച് ഡ്രൈവിംഗ് സീറ്റിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാഹനം കറക്റ്റ് ആ റോഡിൻ്റെ എൻഡ് ചേർന്നാണ് പോകുന്നത്. അതായത് എൻഡ് ചേർന്നാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറ്റം പറ്റമൊക്കെ ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഈ ലെവൽ വെച്ച് ഓടിക്കാം. ഇനി നിങ്ങൾക്ക് ഇത്തിരി സ്പേസ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലെവൽ വെച്ച് നോക്കണം. അതായത് ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി പിടിച്ചിട്ട് ഏകദേശം ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ ഏരിയ വെച്ചിട്ട് നിങ്ങൾ നോക്കുക. അതായത് ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കി ആ ലെവൽ കാണുന്ന പരുവത്തിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നിശ്ചിത സ്പേസ് ഇട്ടായിരിക്കും പോകുന്നത്. ഇപ്പോൾ ഇതുപോലെ ഒരു വാഹനമൊക്കെ ഇവിടെ കിടപ്പുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ആ വാഹനത്തെ തട്ടാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. ഈ ഒരു സ്പേസ് ഇട്ടാണ് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ. അപ്പം നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഇതിനു വേണ്ടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ്.